എന്താണ് മാഷ ഇങ്ങനെ വെറുതെ സ്വപ്നം കണ്ടിരിക്കുവാണോ? ചെലവില്ലാതെ കാണാൻ പറ്റിയൊരു സാധനം സ്വപ്നം മാത്രമല്ലേ ഉള്ളൂ. ഓ അതൊക്കെ പണ്ട്, ഇപ്പൊ സ്വപ്നം കാണാൻ നല്ല ചെലവാ. അതെങ്ങനെ? അതുകൊണ്ട് നമ്മുടെ സർക്കാരില്ലേ ഒരു സ്വപ്നം കണ്ടതാ, പൊട്ടിപ്പോയത് 53 കോടി രൂപ. ഓ, വെറുതെ ഒന്ന് സ്വപ്നം കണ്ടപ്പോൾ തന്നെ 53 കോടി. അതെ അതെ അതെ, ഈ സ്വപ്നത്തിലൊരു സിൽവർ ലൈൻ കണ്ടതാ. അതായത് ഇതുവരെ നടപ്പിലാകുമെന്ന് പോലും അറിയാത്തൊരു പദ്ധതിയാ. അതിനുവേണ്ടി പൊടിച്ചത് എത്രയെന്ന് അറിയണ്ടേ? 53 കോടി 56 ലക്ഷം രൂപ. എന്നാൽ ഈ കോടികളൊക്കെ പോയ വഴി ഏതടേ? ഈ പോയ വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. വിവരാവകാശ രേഖപ്രകാരം 30 കോടിയിലേറെ കൺസൾട്ടൻസി ഫീസാണ്. പിന്നെ ഈ പ്രതിഷേധക്കാർ പിഴുതിറങ്ങിയ ആ മറ്റേ കേരയിൽ അടയാള കുട്ടിയില്ലേ, അതിന് മാത്രം ചിലവ് 1 കോടി 60 ലക്ഷം രൂപ. മറ്റൊരു കോമഡി ഉണ്ട്, രൂപരേഖയ്ക്ക് ചിലവ് 26 ലക്ഷം രൂപയാണ്. കൊയിലാണ്ടി ചാലക്കുന്ന് ട്രോപ്പോഗ്രാഫിക് സർവേക്ക് തന്നെ ചിലവായത് 15 കോടി 34 ലക്ഷം. മറ്റ് ചിലവുകൾ എന്ന ഇനത്തിലാണ് ഒരു 13 കോടി രൂപ കണക്കെഴുതിയിരിക്കുന്നത്. ഇതെന്തിനെന്നുള്ളത് ഒരു വ്യക്തതയുമില്ല. ഇത് മാത്രമല്ല, സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് ചില സ്ഥാപനങ്ങളൊക്കെ പഠനം നടത്തിയെന്നും അതിൻ്റെ തുകയൊന്നും ഈ കണക്കിലില്ല എന്നും പറയുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ 53 കോടി രൂപയാണ് ഒരു സ്വപ്നം കണ്ടപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോയത്. നമ്മുടെ ഖജനാവിൻ്റെ നികുതിപ്പണമാണേ. ഇത് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന് എന്തായാലും നമുക്ക് വിവരാവകാശ രേഖപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. കൃത്യമായി പറഞ്ഞാൽ കൺസൾട്ടൻസിക്ക് വേണ്ടി മാത്രം 30 കോടി 31 ലക്ഷത്തി 87,702 രൂപ 46 പൈസ. ഡിസൈൻ ആൻഡ് ഡ്രോയിങ്ങിന് 26 ലക്ഷത്തി 46,150 രൂപ. കൊയിലാണ്ടി ചാലക്കുന്ന് ട്രോപ്പോഗ്രാഫിക് സർവേക്ക് 15 കോടി 34 ലക്ഷത്തി 253 രൂപ 72 പൈസ. കോസ്റ്റൽ റെഗുലേറ്ററി സോൺ മാപ്പിങ്ങിന് 49 ലക്ഷത്തി 39,481 രൂപ. കണ്ടൽ കാടുകൾക്ക് സംരക്ഷണം നൽകാൻ 15 ലക്ഷത്തി 79,548 രൂപ. പരിസ്ഥിതി ആഘാത പഠനത്തിന് 40 ലക്ഷത്തി 12,000 രൂപ. പ്രധാന പാലങ്ങളെ പറ്റിയുള്ള ഹൈഡ്രോഗ്രാഫിക് കോപ്പോഗ്രാഫിക് പഠനത്തിന് 64 ലക്ഷത്തി 86,688 രൂപ. ഇങ്ങനെ പോകുന്നു ഒരു നെടുനീളൻ കണക്ക്. എന്തായാലും സിൽവർ ലൈൻ വരുമോ എന്നറിയില്ല, എങ്കിലും ഈ കണക്ക് കൊള്ളാം അല്ലേ? കൊള്ളാം. കൊള്ളാം, നല്ല കൊള്ളാം.